ജഡ്ജസ് എന്താണ് ആങ്കർ? ഇന്നുണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ 3 പേരെ വിളിക്കണം. MG അങ്ങളെ, ശരത്തങ്ങളെ, മൃദു എന്താ മീനുട്ടി? ഒന്നിച്ച് ജഡ്ജസ്. എന്താ മക്കളെ? ഓക്കെ, ഇന്നൊരു ഇന്ന് എന്താണെന്ന് കാര്യം പറയൂ. ഞാൻ പറയട്ടെ. ഇന്ന് ന്യൂ ഇയർ ആയിട്ട്. ഇന്ന് ന്യൂ ഇയർ കാര്യം പറ. ഇന്ന് ന്യൂ ഇയർ ആയിപ്പോയി. സമാധാനവും സന്തോഷമാണ്. ഞാൻ സന്തോഷമായിട്ടാ ചോദിക്കുന്നത് മീനുട്ടി. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗോൾഡൻ ഓഫർ. ശരി, ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഗോൾഡൻ ഓഫർ എന്തെങ്കിലും എവിടുന്ന മലബാർ ഗോൾഡിന്നോ? അല്ല, പിന്നെ അമേരിക്കയിലോട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനെ എല്ലാം കൊണ്ടുപോകാനായിട്ട് ഒരു കപ്പിൾ ഇവിടെ വരുന്നുണ്ട്. കപ്പലോ? MG ഞങ്ങളെ അല്ല, ഞാൻ ചോദിച്ചത് മാത്രമേ കൊണ്ടുള്ളൂ. ചിലപ്പം ചോദിക്കാം, നമുക്ക് നമ്മളെയും കൊണ്ടുപോകാവോ എന്ന് ചോദിക്കാം. ഒരു കപ്പല് വന്നിട്ട് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കപ്പിള്. അണ്ണ വിചാരിച്ച ടോപ്പ് സിംഗർ മൊത്തം അവരെടുത്തോണ്ട് പോകാൻ പോവാ. ഞാൻ വിചാരിച്ചു ഹാപ്പി ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, കപ്പലിൽ കയറി അണ്ണാച്ചി ഞാനും മൃദുലയും നമ്മുടെ പിള്ളേരും എല്ലാരും കൂടെ എന്താ പറയുന്നത് സമുദ്രത്തിൽ കൂടി ഞാൻ ഒരു യാത്ര അമേരിക്കയിലോട്ട്. അതൊന്നല്ല, അമേരിക്ക ഏഴാം കടലിനക്കരെ ഒരു പ്രോഗ്രാമിന് വേണ്ടിട്ട് വിളിക്കട്ടെ അവരെ. വിളിച്ചോട്ടെ. വെൽക്കം. പൂച്ച കണ്ടിട്ട് എന്തോ എന്ത് ഭംഗിയല്ലേ കാണാൻ. സ്വർഗമാണോ ഇത്, കൊട്ടാരമാണോ എന്റെ പൊന്നെ? TV കാണേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. മീനുട്ടി, ഇവര് എവിടുന്നാ വരുന്നത്? അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇത് കണ്ടിട്ട് എന്തിനാ അത്ഭുതപ്പെടുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് TV കാണുമ്പോൾ ഒരു സൗന്ദര്യവും നേരിട്ട് കാണുന്നതാണ് അതിലും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലേ? അതെ അതെ അതെ, അത് തന്നെ എന്റെ ജീവിതത്തിലും പറ്റിയ അബദ്ധം. നിന്റെ ഫോട്ടോ എന്നെ കാണിച്ചപ്പോ നല്ല സ്ലിം ബ്യൂട്ടി ആയിരുന്നു. അതാ എന്റെ ജീവിതം മൊത്തം കയ്യിൽ നിന്ന് പോയത്. അത് ഞാൻ സെൽഫി തന്ന് പറ്റിച്ചതല്ലേ. അതാണ് പറഞ്ഞത്. അപ്പോളെ നീ ചതിച്ചു എന്നെ. ഓടി രക്ഷപ്പെടാ മീനുട്ടി, ഓടി രക്ഷപ്പെടും കുഞ്ഞെ. മീനുട്ടി അമേരിക്കയിലെ പ്രാന്താശുപത്രി അമേരിക്കയിലെ ഉളമ്പാറന്ന് വന്നാണ് തോന്നുന്നു. ബാർബി ഡോള് പോലുണ്ട്. ഇതങ്ങ് വളർന്ന് പന്തലിക്കുവാണല്ലോ. അവളുടെ മനസ്സിൽ നന്മയുണ്ട്, അതുകൊണ്ട് അവള് വളർന്ന് പന്തലിക്കും. നീ ഇപ്പോഴും കുരുട്ട് പോലെ ഇരിക്കുന്നത് എന്താ? നിന്റെ മനസ്സിൽ നന്മയില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോഴും കുരുട്ട് പോലെ ഇരിക്കുന്നത്. നിങ്ങൾ വീട്ടിലേക്കല്ലേ വരുന്നത്? ഇനി ഇപ്പോഴല്ലേ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. വീട്ടിലാണെ നീ എന്നെ അടുക്കളയിട്ട് പിഴിഞ്ഞിക്കളയല്ലേ. അത് ഓർമ്മ വേണം. ഞാനേ ഭയങ്കര ഫാനാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെർഫോമൻസ് ഒക്കെ സൂപ്പറാ. നേരിട്ട് കാണാൻ എന്താ സുന്ദരിയാ. പാവക്കുട്ടി. മോളെ എന്റെ പൊന്നേ, MG അണ്ണൻ. അയ്യോ MG ചേട്ടൻ, എന്റെ എത്ര കാലത്തെ ആഗ്രഹമാണെന്നറിയോ ഒന്ന് നേരിട്ട് കാണണമെന്നുള്ളത്. ഞാൻ വേറെ എന്താ വിചാരിച്ചു? അതെ സാറ്, സാറ് വിചാരിച്ച പോലെ തന്നെ ഞാനും വിചാരിച്ചു. ഇവള് MG സാറേ എന്നൊരു വിളി വിളിച്ച ആ വിളി അങ്ങ് പോകുന്നു MG കൂടെ. ആ ഒരു വിളി എന്റെ ജീവിതത്തിൽ ഇവള് തന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം എന്ത് സന്തോഷമായിട്ട് പോയെന്ന് സാർ. നോ ഗുഡ് മാൻ, I want residency of situation marriage, get out. Oh my god, ഫോളോ ആക്കല്ലേ. എന്റെ പൊന്നേ, no bad. അയ്യോ, ഇവര് ഭാര്യയും ഭർത്താവിനും ഭയങ്കര വികാരമാണ്. എടോ വത്സലേ, തന്നെയൊക്കെ ലോകം മൊത്തം ഭയങ്കര ഫേമസാ. എന്റെ സാറേ, ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം വേറൊന്നുകൊണ്ടല്ല, ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അമേരിക്കക്ക് കൊണ്ടുപോവാ. ശരത് സാറേ, എന്തോ മുഖസ്തുതി പറയുമല്ലോ കേട്ടോ. കോമഡി ആണല്ലോ സാറേ. അതെ, നമുക്ക് പേഴ്സണൽ ആയിട്ട് സാറേ ഇവളുടെ നമ്പർ എടുത്തോണം, എന്നിട്ട് വിളിച്ച കാര്യങ്ങൾ തമാശ. എനിക്കതിനുള്ള സമയമില്ല. അങ്ങനെ പറയരുത്. ഞാനും വരും മദ്രാസിലേക്ക്. വെൽക്കം. അയ്യോ, മൃദുലക്കുട്ടി. കുട്ടീന്ന് വിളിച്ചത് എനിക്ക് ഇഷ്ടായിട്ടോ. മൃദുലേ, ഹൃദയ മുരളിയിലൊഴുകി അധികം ഒഴുകി വരണ്ട. മടിയിൽ മയങ്ങുമി. മൃദുലയുടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്റെ വീട് അങ്ങ് കോട്ടയത്ത് പാലായില. അവിടെ രാമപുരത്ത് പെട്ടിയുടെ കഥയാണോ? പെട്ടിയല്ല, പെട്ടിയല്ല, ശ്രീരാമന്റെ അമ്പലത്തില് ഈ കുഞ്ഞിന്റെ ഒരു ഗാനമേള അവിടെ ബുക്ക് ചെയ്തു. ഭയങ്കര ജനം. അവിടെ ഒരു ആന വരണ്ടോടി. വെറുതെ വരുന്നെന്ന് അറിഞ്ഞപ്പോഴോ? പ്രോഗ്രാമിന് മുമ്പ്. അതെ, അന്ന് നീ ഒരു പാട്ട് പാടിയില്ലേ? ചേച്ചിയെ കണ്ടുവരണ്ട ഓടിയതായിരിക്കും. സാറേ, ഇവളൊരു പാട്ട് പാടി. കുഞ്ഞാ അതൊന്ന് പാടി കേൾപ്പിക്കരി. അയ്യോ, കുഴപ്പമില്ല, പാടി. ചേട്ടൻ പറഞ്ഞ
ഞാൻ പാടും. അമ്മച്ചി. ഞാൻ പറഞ്ഞ എന്തും ചെയ്യും, പാട്. അതാണ് മറ്റേ കട്ടയൊക്കെ ഒന്ന് അത് വത്സലയില് ഭദ്രമാണ്. എല്ലാ കട്ടകളും എല്ലാ വത്സലയുടെ കട്ടകളും വത്സലയുടെ കയ്യിലുണ്ട്. കയ്യിലുണ്ട്. അത് കേട്ടാ ഏത് മതി. കട്ട വേണം? 2 കട്ട വേണോ, 3 കട്ട വേണോ? ഒരു 2 ഇസഡ് ഇട്ട് പിടിച്ചാലോ? 2. ഇസഡ് അങ്ങ് അറ്റത്തത്. അറ്റത്ത് ഇവക്ക് അത് കഴിഞ്ഞാൽ മരണമാണ്. അതാണ് അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ. ഒരു 16 കൊട്ട കൊടുത്തു. അത് ആ സാധനമായിട്ട് തരണ്ടേ. ആ ആ, ആ, ആ. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ വന്നു. തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ. ആനയ്ക്ക് സെൻസ് ഉണ്ടായിരുന്നു. അതാണ് ഒരു ആനേനെ വിരട്ടി ഓടിക്കാൻ മാത്രമുള്ള സംഭവം. ഇത് നിസാര സാധനമാണോ? അങ്ങനെ അല്ല, മാത്രമല്ല ആ. അളിയനെ കണ്ടപ്പോ മനസ്സിലായി. എന്നെയാ? കാരണം ഈ പാട്ട് പാടിയപ്പോ ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ മുന്നിൽ വന്നു. അതിനുശേഷം സരള കപോലങ്ങൾ. തരളകപോലങ്ങൾ നുള്ളി നോക്ക്, അങ്ങയുടെ കപോലം നോക്ക്, നുള്ളി പഴുത്ത് വേണ്ട കിടക്കുന്നു. സാറേ അതാ പറഞ്ഞ ഞാൻ ആദ്യം വന്നപ്പോഴേ നോക്കിയതായത് എന്താ സംഭവം എന്ന്. എന്നും രാത്രി ഇത് പാടുമില്ല. സാറിന്റെ പാട്ട് കേട്ടല്ലേ ഉറങ്ങുന്നേ. അതാ അണ്ണൻ വന്നപ്പോഴേ കപോലത്തിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്നെ MG അണ്ണനാ എന്നെ പാട്ട് പാടി ഉറക്കുന്നേ. കേട്ടോ സാറേ, ഞാനൊരു തൊട്ടിലൊക്കെ കെട്ടിക്കൊടുത്തിരുന്നു അമേരിക്ക. ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിന് പോയപ്പോഴേ അണ്ണാ ഇത് എന്തൊക്കെ കേൾക്കുന്നത്? ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിന് പോയപ്പോ അളിയൻ വന്ന് പറഞ്ഞു ഇതുപോലെ ഭാര്യയ്ക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ ഒരു പാട്ടും പറഞ്ഞു കൊടുത്ത് അതേത് പാട്ടാ? തൊട്ടിലൊക്കെ കെട്ടിക്കൊടുത്തു. അതേ നാട്ടിൽ പോകാനും അതാ ഈ പാട്ടായിരിക്കും. ആട്ടു തൊട്ടിലിൽ അതെ, ആ സാധനം ഓർമ്മയുണ്ട്. ഞാൻ അന്ന് പെരപ്പുറത്താ കിടന്നത്. ഒരൊറ്റ ചവിട്ടായിരുന്നു. പക്ഷെ എന്റെ കഴിവിനെ സമ്മതിക്കണം കേട്ടോ. സമ്മതിക്കണം, കാരണം നമുക്ക് കഴിവിനെയൊക്കെ സമ്മതിച്ചു. ഉവ്വ. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാ വെച്ചാല്, നമുക്ക് ഈ പ്രോഗ്രാമിന് നിങ്ങൾ എല്ലാരും വരണം. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം. നിങ്ങൾ ശരിക്കും അമേരിക്കയിൽ എവിടെയാ? നമ്മള് ഷിക്കാഗോ, കൂത്താട്ടുകുളം. കൂത്താട്ടുളം. ഇവിടെ വീട് കൂത്താട്ടുളം. അവിടുന്ന് എന്റെ വീട് പാല. ഞങ്ങൾ അടുത്തടുത്താ. ഞങ്ങള് അങ്ങോട്ട് അപ്പൊ ഷിക്കാഗോ ഷിക്കാഗോ ഉണ്ട്. ഷിക്കാഗോ ഇപ്പോഴും അവിടെ ന്യൂയോർക്ക് അടുത്ത്, തൊട്ടടുത്ത് അറ്റ്ലാന്റ, പിന്നെ ന്യൂജേഴ്സി, അതുപോലെ എത്ര പലതും പല സ്ഥലമാ. അതെ, ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ, അല്ല കൊളംബോ, കൊളംബോ, അതൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലവും ഉണ്ട്. എല്ലാം അടുത്തടുത്താ. അതെ, ശ്രീലങ്ക. അതെ. അപ്പൊ ഈ ന്യൂ ഇയറിന് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അതെ. Thank you. അതെ, ഇത് ന്യൂ ഇയർ ഇന്ന് ഞങ്ങള് ആഘോഷിക്കുന്ന കണ്ടില്ല ട്രീ ഒക്കെ. അതല്ല, ഈ ന്യൂ ഇയർ ഇനിയും ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അല്ല, അവിടെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് മുന്നേ ഈ ചേച്ചി പാടിയാല് അവിടെയുള്ള ആൾക്കാരൊക്കെ വരണ്ട ഓടില്ലേ? അല്ല സാറേ, അപ്പൊ ഞങ്ങൾ എങ്ങനെ പാടും? മോളെ അതെച്ചാലേ ഇവക്ക് വേണ്ടി പ്രത്യേക ഓഡിയൻസിനെ നമുക്ക് സെറ്റ് ആക്കാം. വേറെ ഓഡിറ്റോറിയം സൈഡിൽ ഒരു റൂമിലിരുത്തി പാടി. റൂമിലിരുത്തി അതിനൊരു പ്രത്യേക ബാനർ, പിച്ചൗട്ട് ഗാനമേള എന്നൊരു ബാനറും കൂടെ വെച്ച്. അല്ലെങ്കിൽ കാത് കേൾക്കാത്തവരെ വിളിച്ചാലും മതി. അതെ, അതെ. അങ്ങനെ എന്നെ കളിയാക്കണ്ട. ഞാൻ ഈ ഫ്ലോറിൽ വെച്ച് ഞാൻ ശരത് സാറിന്റെ ശിഷ്യത്വം സ്വീകരിച്ചോട്ടെ. ഞാൻ പോന്നോട്ടെ കൂടെ. ശരത് സാറിന് ഒരു പാടി കൊടുക്കണം. ശരിയാ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അടുത്ത ന്യൂ ഇയറിന് വേണ്ടിയാണോ ഇന്നേ വന്നത്? പിന്നെ വളരെ ഈ advance ആ. അമേരിക്കയിൽ അങ്ങനെ ചെന്നാ പെട്ടെന്നൊന്നും വിസ കിട്ടത്തില്ല. അതേ വിസ? സാറിനോട് ചോദിക്കൂ. വിസ വേണം. പിന്നെ കപ്പലിലെ കൊണ്ടു, കപ്പലിലാണോ അതോ ഫ്ലൈറ്റിലാണോ? അല്ലല്ല, ബസ്സിന്. അല്ല, ബസ്സിന് ഇവിടുന്ന് എയർപോർട്ടിൽ പോകും. ബസ്സിനോ? അല്ല, ബസ്സിന് സാറേ ഇവിടുന്ന് എയർപോർട്ടിൽ പോകും. എയർപോർട്ടിൽ അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഫ്ലൈറ്റിനാണല്ലോ പോകുന്നത്. ഫ്ലൈറ്റിനാണ്. അല്ല, അതായത് ചെറിയ ഇത്രയും നേരം സംശയം. കൊള്ളിക്കണ്ടേ ബസ്സിന്? ബസ്സേ പറ്റത്തുള്ളൂ. പിന്നെ വെച്ചാ ഈ വിസയ്ക്കൊക്കെ കുറെ നാളെടുക്കും. പിന്നെ ഒരുപാട് ഇവരുടെയൊക്കെ നാളെടുക്കും. ഡേറ്റ് കിട്ടണ്ടേ? അടുത്ത സാറൊക്കെ വർഷത്തെ അല്ലേ? ഡേറ്റ് ഉണ്ടാവും. പിന്നെ മാത്രമല്ല വെറുതെ അങ്ങോട്ട് എന്നാ കിട്ടത്തില്ല. P3 വിസ വാങ്ങിക്കണം. P3 കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാ. സമയം എടുക്കും. സാറൊക്കെ അനുഭവമുള്ള ആൾക്കാരായോണ്ട്. പിന്നെ പെർഫോമൻസ് വിസ അതെ, അത് കിട്ടി. പിന്നെ അവസാനം ഇവരുടെ ക്വാളിറ്റി നോക്കിയിട്ട് പിന്നെ ഇവര് അവിടെ നമ്മളെ താമസിപ്പിക്കുമോ, കാരണം എന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കുമോ എന്നൊക്കെ നോക്കിയിട്ടേ വിസ തരത്തുള്ളൂ. അതെ, നമ്മള് പാവങ്ങളാന്ന് സാറിന് മനസ്സിലായി. അപ്പൊ വിസ കിട്ടത്തില്ല അണ്ണാ. അമേരിക്കയിലെ പാവങ്ങളോ? അങ്ങനെ പറയില്ല സാറേ, ദൈവത്തെ ഓർത്ത്. നമ്മുടെയൊക്കെ ഞങ്ങളുടെ സ്വപ്നമാണ് നിങ്ങളെല്ലാരും ഇവിടെ കൊണ്ട് അതെ, എത്തിക്കുക. സാറ് ചെന്ന അപ്പൊ വിസ കിട്ടും. അതെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും പോകണം. അതിനു മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു 2 പെർഫോമൻസ് ഇവിടെ നിന്ന്. പിന്നെ എനിക്ക് നേരിട്ടൊന്ന് കാണുന്നത് ഭയങ്കര ആഗ്രഹം. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ വന്നതിലും ഇങ്ങനെ ഒരു ഓഫർ. അല്ല, ഈ പേയ്മെന്റ് എങ്ങനെയാണ്? അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ? വെറുതെ കൊണ്ടുപോകണം. സാറ് പറയുന്ന പേയ്മെന്റ് അല്ല, അല്ല, എങ്ങനെയാ പുള്ളിയുടെ തരുന്നത്? മുഖത്തൊരു പിന്നെ നമുക്ക് സാറ് ചോദിക്കുന്ന നിനക്ക് മനസ്സിലായില്ല. ഡോളർ ആയിട്ടാണോ, പൈസ ആയിട്ടാണോ, ചില്ലറ ആയിട്ടാണോ? അല്ലല്ല, ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട്. അതായത് ഇവിടെ 24 കുട്ടികളുണ്ട്, 3 പേര് ഞങ്ങൾ ജഡ്ജസ് ഉണ്ട്, ഏകദേശം 12 ഓർക്കസ്ട്ര ഉണ്ട്. മീനൂട്ടി ഇല്ലാതെ എന്താ ആഘോഷം? അതെ, എന്താഘോഷം. അപ്പൊ മൊത്തം ടോട്ടൽ നോക്കുമ്പോ എന്നാ എല്ലാം കൂടെ ഒരു 12, 3, 15, 24
ഇപ്പം 34, 39, 40, ഒരു 50 പേര് വരും. ടെക്നീഷ്യൻസ് എല്ലാരും കൂടി ചേർത്ത് 50 പേര് 50 പേര് വരും. രണ്ട് ക്യാമറ വേണം, ഡയറക്ടർ ഉണ്ണി വേണം. അപ്പൊ എത്ര വരും സർ? ഒരു 50 പേരെന്ന് പറയുമ്പോ ഒരു 5 വെച്ച് കൂട്ടി കഴിഞ്ഞാലും 5 5 25 25,000 രൂപയില് അല്ലേ ഓരോരുത്തർക്ക് 25,000 രൂപ. അല്ല 25 25,000 രൂപ എവിടെ സോഡ മേടിക്കും? 25 കോടി. അതെ ഡോളർ വെച്ച് ആ ഡോളറിന് മാറ്റുമ്പോഴത്തേക്ക് 83, 24 ഒരു 30 ലക്ഷം ഡോളർ. അത്രേ ഉള്ളൂ. ആ കുഴപ്പമില്ല. സിമ്പിൾ അതൊക്കെ. അതെ അതെ അപ്പൊ എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പുറത്തു പോയെന്ന് ഡിസ്കസ് ചെയ്തിട്ട് വാ, അപ്പത്തേക്ക് ശരിയാവത്തില്ലേ? അത് ചെയ്യാം. നിങ്ങൾ പറ്റുമോ നോക്കാം. പറ്റും സാറേ. നിങ്ങളെ കൊണ്ട് താങ്ങുമോ എന്ന് നോക്ക്. അത് താങ്ങണം സാറേ. അത് താങ്ങണം, എന്നാലേ അതിന്റെ അകത്ത് കാര്യമുള്ളൂ. അതെന്തായാലും നമ്മളത് ഏറ്റെടുക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതെ. അപ്പൊ ഞങ്ങൾ എത്ര വീടുണ്ട് അവിടെ? വീട് ഒത്തിരി ഉണ്ടല്ലേ? ഒത്തിരി ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. അതെ. കുഴപ്പമില്ല, ഓരോന്നായിട്ട് വിൽക്കാം. അതെ. എന്തായാലും അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ എന്തായാലും സമയം ആരംഭിച്ചു. അപ്പൊ ഏതായാലും ഇത് പാട്ടൊക്കെ കേൾക്കണം. അങ്ങോട്ട് ഇരുന്നു. അതെ അതെ. താങ്ക് യു. ഓക്കെ. എന്തായാലും വേറൊന്നുമില്ല കേട്ടുടി മോളെ, ഇത് നടക്കും, നീ വിഷമിക്കണ്ട. ഇത് നമ്മൾ പറയുന്ന പ്ലാനിലേ നടക്കുള്ളൂ. ഇത്രയും ക്രോഴ്സ് ഒക്കെ നമുക്ക് അല്ല, അത് കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ മാത്തുക്കുട്ടി ചായന്റെ അടുത്ത് സംസാരിക്കാലോ. ചിലപ്പോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ MG അണ്ണനല്ലേ. അയ്യോ ആണ്ട് അതിന് എന്താ ചെയ്യുന്നത്? അയ്യോ അതിന് സുഖമില്ലാത്ത ആര് ഞാനോ? അല്ല വല്ല കാര്യം